എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വരുതിയിലാക്കാൻ കഴിയും ഇനി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ ഫയല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് അനുസരിച്ച് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നിലവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും പോക്ക്. ചില കാര്യങ്ങളിൽ ആ വ്യക്തിയുടെ പല പ്രതിസന്ധികളും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, കണ്ടറിയുന്നില്ല, ആ വ്യക്തിക്ക് അനുകൂലമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പേര് നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് അനുകൂലമായി ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യവും സങ്കടവും വാശിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെല്ലുന്നില്ല. ആ വ്യക്തിയുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ പ്രതിസന്ധികളെ മനസ്സിലാക്കുന്നില്ല, ആ വ്യക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പരാതി. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ഇഷ്ടവും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടാവും. ആ വ്യക്തിയെ കളയാനോ ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മനസ്സിലുള്ള സ്നേഹവും ആ പിന്തുണയൊക്കെ പുറമേ പറയുന്നതിന് നിങ്ങൾക്ക് മടിയുണ്ടാവുന്നു. മനസ്സിലുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ പുറമേ പ്രകടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല മടിയുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ഉള്ളിൽ സ്നേഹമുള്ളപ്പോഴും അത് കൃത്യമായി പ്രകടിപ്പിക്കപ്പെടാതെ പോകുമ്പോൾ ആ വ്യക്തിക്ക് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളോടുള്ള അകൽച്ച ഉണ്ടാകുന്നു. ആ അകൽച്ച പിന്നീട് പ്രശ്നമാകുന്നു, പ്രതിസന്ധിയാകുന്നു. നിങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉൾക്കൊള്ളാനോ നിങ്ങൾക്കോ കഴിയാതെ വരുന്നു. അതുതന്നെയാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ആ വ്യക്തിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതോടുകൂടി നിങ്ങളുടെ മനോധർമ്മം അതിലേക്ക് വരുമ്പോൾ, ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ആ വ്യക്തിക്ക് പരിചരണങ്ങൾ ആ കാര്യത്തിൽ നൽകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി അത് മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവർ ബാഹ്യമായ ഒരു മനസ്സിലാക്കലിലെല്ലാം അവസാനിപ്പിക്കുകയാണ്. ആ വ്യക്തിയെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാനും ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തകൾ, ആ വ്യക്തിയെക്കുറിച്ച് സൂക്ഷ്മമായി ഒരു നിരീക്ഷണം, ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളും ആ വ്യക്തിയുടെ പ്രവൃത്തികളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയെ അറിയാൻ സാധിക്കും. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ സാധിക്കാത്തത്. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സംസാരിക്കുന്ന വാക്കുകളും നിങ്ങളുടെ പെരുമാറ്റവും ചിന്തയും ഒക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിലായി മാറുന്നു. അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിന് നല്ലതായിരിക്കില്ല. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നു, പരസ്പരം അറിയാനുള്ള ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ കൂടുതൽ ആ വ്യക്തിയെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സംസാരം ഒരു വിരുദ്ധ ദിശയിലേക്ക് പോകുന്നു. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ള ആ വ്യക്തിയുടെ തോന്നൽ മാത്രം മതി ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ. നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല, ആ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്ന തോന്നൽ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അത് വല്ലാത്ത രീതിയിൽ ആ വ്യക്തിയെ
തടസ്സപ്പെടുത്തിയേക്കാം, വല്ലാത്ത രീതിയിൽ ആ വ്യക്തിയെ കുഴപ്പത്തിലാക്കിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകലുന്ന രീതിയിലേക്കുള്ള ഒരു സഞ്ചാരം ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു ദിശ സൂചിക ഉണ്ടാകുകയും കൃത്യമായ ഒരു മുന്നേറ്റം ഇഷ്ടത്തിലും സ്നേഹത്തിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായി ആ വ്യക്തിയുമായിട്ടടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വല്ലാത്ത ഒരു മുന്നേറ്റമായിട്ട് മാറും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനും നിങ്ങളെ ആ വ്യക്തി കൂടുതൽ കൂടുതൽ പരിഗണിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനും കഴിയും. നിങ്ങൾ ആ വ്യക്തിയെ ബാഹ്യമായി മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ എല്ലാം ശരിയാവുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.